എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പ്രതാപനെ കൊടുക്കാനായിട്ട് പല്ലവി സേതു ഒക്കെ ചേർന്നിട്ട് ചില പ്ലാനുകളൊക്കെ ഉണ്ടാക്കുവാണ്. കാരണം പ്രതാപനാണെങ്കിൽ സേതുവിനെയും പല്ലവിനെയും ഒക്കെ കണ്ണിപ്പെടാതെ മുങ്ങി നടക്കുവാണ്. പ്രതാപൻ അറിയാം സേതുവിന്റെ മുൻപിലേക്ക് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ അടിയന്തര സേതു നടത്തുമെന്നുള്ള കാര്യം. അങ്ങനെ മുങ്ങി നടക്കുന്ന പ്രതാപനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സേതുവും പല്ലവിയും ചേർന്ന് ചില തന്ത്രങ്ങളൊക്കെ മെനയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അവസാനം പല്ലവിയാണ് സേതുവിനോട് ആ കാര്യം പറയണേ. സേതുവേട്ടാ, ഋതുവിനോട് മേടിച്ച പണം അത് ഈ പ്രതാപൻ എന്ത് ചെയ്തു? കാരണം പ്രതാപന്റെ കുട്ടികളോ ഒന്നുമില്ല, ആകപ്പാടെ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കില് അവൻ ഒന്നെങ്കിൽ ആ പണം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് സേതു പറയേ. അങ്ങനെ ആ വഴിയില്ല, ഒന്നെങ്കിൽ അവൻ ബിനാമി ഇടപാടിനായിരിക്കും. പിന്നെ സേതു പറഞ്ഞു, അല്ലെങ്കിൽ അവൻ സ്വർണ്ണമായിട്ട് മേടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആകത്തില്ല, അല്ലെങ്കിൽ അവൻ വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു അറ കാണും, ആ അറയ്ക്കുള്ളിൽ അവൻ ഈ പണമെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. മൂന്നാമത്തെ ഓപ്ഷനാണ് പല്ലവി തെരഞ്ഞെടുത്തത്. പല്ലവി പറഞ്ഞു, മിക്കവാറും അതാവാനാണ് ചാൻസ്. വീട്ടിൽ എവിടെയെങ്കിലും കാണും, ഈ പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കളി കളിച്ചാലോ എന്ന് ചോദിക്കാം. എന്ത് കളി? നോക്കട്ടെ, എന്തൊരു വഴി തെളിയാതിരിക്കില്ല സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവനെ നമുക്ക് മാളത്തിൽ നിന്ന് പുറത്തിറക്കണ്ടേന്ന് ചോദിക്കുക. അവൻ മാളത്തിന് പുറത്തിറങ്ങണമെങ്കിൽ ചില വഴികളൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് പതിവ് പോലെ തന്നെ സേതു അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് പല്ലവി കോളേജിലേക്കും പോയി. പിന്നീട് പല്ലവി സേതുവിനോട് പറഞ്ഞു, ഞാൻ വിളിച്ചേക്കാം സേതുവേട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല്ലവി പോകുന്നത്. അങ്ങനെ പല്ലവി കോളേജിലേക്ക് പോകുന്ന സമയത്തെല്ലാം പല്ലവിയുടെ മനസ്സിൽ എങ്ങനെ അവനെ കൊടുക്കാനായിട്ട് പറ്റും പ്രതാപനെ, ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നീട് കോളേജിലേക്ക് അങ്ങ് ചെല്ലുമ്പോഴാണ് പല്ലവി ആ ഒരു കാര്യം കാണുന്നത്. അവിടെ കുറച്ച് കുട്ടികൾ നാടകം പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം കലോത്സവത്തിന് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടതും പല്ലവിക്ക് ഒരു ഐഡിയ തോന്നി. പല്ലവി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. പിന്നീട് അവരോട് സംസാരിച്ചു. അപ്പം നാടകം കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവിയുടെ മനസ്സിലൊരു ഐഡിയ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചൊരു കളി അങ്ങോട്ട് കളിച്ചാലോ എന്ന് ഓർത്തു. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ, എന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുമെന്ന് ചോദിക്കുക. കൂട്ടു നിൽക്കാനോ? എന്താ ടീച്ചറെ, എന്താന്ന് ചോദിക്കണം. അതൊക്കെയുണ്ട്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് പറയാണ്. പിന്നീട് പല്ലവി ചുരുക്കത്തില് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഋതുവിൻ്റെ നിന്ന് പണം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നേ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലും എടുക്കാനുണ്ട്. അവൻ പറഞ്ഞു, ടീച്ചറെ, ഞങ്ങൾ ഈ കാര്യം ഏറ്റെന്ന് പറയണം. നാടകം കളിക്കാൻ ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് മേടിച്ചാരാ, അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന് ഉറപ്പാ. അപ്പൊ ഈ ഒരു കളിയും കൂടെ ഞങ്ങൾ കളിച്ചാലോന്ന് ചോദിക്കാം. പല്ലവി പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഇത് കുഴപ്പമില്ല, ഒരു നാടകം കളിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാണ്. നമ്മൾ തന്നെ നീതി നമ്മൾ നടപ്പിലാക്കുന്നു. ചില സമയത്ത് നിയമം നമ്മൾ കയ്യിലെടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കണമെന്ന് പറയണം. പിന്നീട് പല്ലവി തന്റെ പ്ലാൻ അങ്ങോട്ട് അവരെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ്, അതും പ്രതാപന്റെ വീട്ടില്. അപ്പം ഇൻകം ടാക്സ് ഓഫീസർമാരായിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ട് പോകേണ്ടത് ഈ കുട്ടികളാണ് പോകേണ്ടത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്ര കോളേജിൽ പഠിക്കുന്നവരല്ല, അത്ര ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. പിന്നെ അവരെ പഠിപ്പിക്കുന്ന ഒരു സാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൂടെ. അപ്പൊ അവരെല്ലാം റെഡി ആവുകയാണ് പല്ലവിയോടൊപ്പം ചേരാനായിട്ട്. അങ്ങനെ പല്ലവി അവസാനം അവരോട് പറഞ്ഞു, എന്നാ ശരി, നമുക്ക് ഇന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയണം. പിന്നീട് പല്ലവി ഏകദേശം ഒരു രൂപം പറഞ്ഞു കൊടുത്തു, എങ്ങനെയാ എന്താ ഏതാന്നൊക്കെ. കാരണം പത്മജ മാത്രം വീട്ടിലുള്ളെന്ന് പല്ലവിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, പത്മജയ്ക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് കിട്ടത്തുമില്ല, കത്തത്തുമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിയുണ്ട്. അത് മാത്രമല്ല, ആ സമയത്ത് ചിലപ്പം പത്മജ പ്രതാപനെ വിളിക്കും. പ്രതാപന് വരാതിരിക്കാൻ പറ്റില്ല. ഏത് മാളത്തിൽ പോയി വിളിച്ചാലും പ്രതാപന് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്യണം, അവരെല്ലാം കൂടി ആ പ്ലാൻ ചെയ്തു. പിന്നീട് അതിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം അവര് ഒരു ടാക്സിക്കാരൊക്കെ സംഘടിപ്പിച്ച, അതെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി. പിന്നീട് അങ്ങനെ അവർ പ്രതാപന്റെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് പല്ലവി സേതുവിനെ വിളിച്ച് ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ പറയണം. സേതുവേട്ടാ, ഇങ്ങനൊരു പ്ലാൻ ഞാൻ നടത്തിയിട്ടുണ്ട്, എങ്ങനെയാവും ഏതാവൊന്നും അറിയത്തില്ലെന്ന് പറയണം. സേതു പറഞ്ഞു, പല്ലവി വിജയിക്കുവോ? നോക്കട്ടെ സേതുവേട്ടാ, വിജയിച്ചാല് കുഴപ്പമില്ല, അറിയാലോ. പോയാലൊരു വാക്ക്, അല്ലെങ്കിലോ നമുക്ക് കിട്ടാൻ പോന്നോ വലിയൊരു കാര്യം തന്നെയല്ലേന്ന് ചോദിക്കണം. കാരണം ഋതുവിന്റെ പണം കിട്ടും. അങ്ങനെയാണെങ്കിൽ പൊന്നുമടത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും പ്രതാപനെ തരാൻ പോകുന്നില്ല. പ്രതാപന് ആ മാളത്തിൽ തന്നെ ഒളിച്ചിരിക്കത്തുള്ളൂ. പിന്നെ പ്രതാപം പുറത്തു വന്നാലേ സേതുവേട്ടന് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, പണം അവൻ്റെ ഇത് പിടിച്ചു വാങ്ങാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം,
നീ ആ രീതിക്ക് തന്നെ നീക്കോ, എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചേക്കണം, ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്തിയേക്കാന്ന് പറയാണ്. അങ്ങനെ പല്ലവിയുടെ കുട്ടികൾ എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് പത്മജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും പത്മജ പെട്ടെന്ന് ഇറങ്ങി വന്നു. നോക്കിയപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിന്നൊക്കെ കണ്ടു. പിന്നീട് അവരകത്തേക്ക് വന്നു. പിന്നീട് അവർ പറഞ്ഞു, അതെ ഞങ്ങള് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുക, ഇവിടെ റെയ്ഡ് നടത്താൻ പോവാന്ന് പറയണേ. റെയ്ഡ് നടത്താനാ? അതെ, ഇവിടെ അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാന്ന് പറയണം. ഇത് കേട്ടതും പത്മജി ഒന്ന് പെട്ടെന്ന് ഞെട്ടി. പിന്നീട് പത്മജിയോട് ഫോണൊക്കെ ഇങ്ങോട്ട് തരാൻ പറയണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ പറയണം. സാധാരണ റെയ്ഡിന് വരുമ്പോൾ അങ്ങനെയാണല്ലോ, അവർക്ക് പിന്നീട് അവിടെ നിന്ന് ചലിക്കാൻ പോലും പറ്റില്ല. അവിടെ നിശ്ചലായേ പോകത്തുള്ളൂ, അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം രേഖകളൊന്നും എടുത്ത് മാറ്റാനോ സ്വർണം പണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. പത്മജി ആകെപ്പാടെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പിന്നീട് അവരവരോടെ എല്ലാം കയറി പരിശോധിച്ചിട്ടൊന്നും കണ്ടില്ല. ഏതാണെന്നും അറിയത്തില്ല. ഈ സമയത്ത് പല്ലവി ഒരുത്തൻ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കാര്യങ്ങളൊക്കെ? ഇതുവരെയായിട്ട് ഒന്നും ആയില്ല ടീച്ചറെ, ഇവര് ഒന്നും വിട്ടു പറയുന്നൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ എല്ലാം സെർച്ച് ചെയ്തോണ്ടിരിക്കുവാന്ന് പറയണം. പിന്നീട് പല്ലവി പറഞ്ഞൊരു കാര്യം ചെയ്യുക, അവർക്ക് ആ ഫോണൊന്ന് കൊടുത്തിട്ട് അവരുടെ ഭർത്താവിനെ കണക്ട് ചെയ്യാൻ പറ, അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ വരുമെന്ന് പറയണം. ശരി ടീച്ചറെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്തു. പിന്നീട് പത്മജിയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെയാന്ന് ചോദിക്കണം. ഇവിടെ ഇല്ലാന്ന് പറയാം. എങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ റെയ്ഡ് ഉണ്ടെന്ന് പറ, അയാളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയണം. അയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറയണം. അങ്ങനെ അവസാനം പത്മജയ്ക്ക് ഫോൺ കൊടുത്തു. പത്മജ വിളിക്കുകയാണ്, പ്രതാപേട്ട പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണേ. ഇൻകം ടാക്സ് റെയ്ഡോ? അതെ, പ്രതാപേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയണേ. എനിക്ക് ആകെപ്പാടെ പേടിയാന്ന് പറയണം. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതാപൻ അങ്ങനെ മാളത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ഇന്ദ്രനാണ് പ്രതാപനെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല, വീട്ടിൽ റെയ്ഡ് നടന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രതാപൻ അങ്ങോട്ടേക്ക് ഓടിയരച്ചു വരുവാണ്. ഓടിയരച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുറ്റത്ത് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ. പെട്ടെന്ന് പ്രതാപന് മനസ്സിലായി ഇത് റെയ്ഡ് തന്നെയാന്നുള്ള കാര്യം. പ്രതാപൻ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. പിന്നീട് പറഞ്ഞു, സാറേ ഇവിടെ പണമൊന്നുമില്ല സാറേ, ആരോ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചാന്ന് പറയാണ്. ഇത് കേട്ടതും ഒരാൾ പറഞ്ഞു, ആര് പറഞ്ഞു? തെറ്റായ വിവരമൊന്നും അല്ല കിട്ടിയിരിക്കുന്നേ എന്ന് പറയണം. അല്ല സാറേ, ഞങ്ങളുടെ കയ്യിൽ അതിന് മാത്രം പണമൊന്നുമില്ല എന്ന് പറയണം. ഞാൻ വെറുതെ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, പ്രത്യേകിച്ച് എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെയല്ലോ മിസ്റ്റർ പ്രതാപൻ, ഞങ്ങൾ അറിഞ്ഞെന്നൊക്കെ പറയണം. നിങ്ങൾക്കെതിരെ വ്യക്തമായിട്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അല്ല എന്താ സാർ, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. നിങ്ങൾ ഋതിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് കുറെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതെവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആ പണം എവിടെയാന്ന് ചോദിക്കണം. പൊന്നുമ്പടത്തിൽ നിന്ന് വാങ്ങിച്ച പണം എവിടെയാന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഒരു നിമിഷം പ്രതാപനൊന്ന് ഞെട്ടിപ്പോയി. പ്രതാപൻ ഇത്രയ്ക്കൊരു ടിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും പത്മജ പ്രതാപനോട് പറഞ്ഞു, പ്രതാപേട്ട ഈ സമയം പ്രതാപൻ എൻ്റെ പണമൊന്നും ഇല്ലാന്ന് പറയണം. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ പോലീസ് വരും, നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറയണം. ഇത് കേട്ട പത്മജ പറഞ്ഞു, പ്രതാപേട്ട അങ്ങോട്ട് പറഞ്ഞേരെ, പണം എവിടെയാണെന്ന് പറ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നു പറയണം. പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് പറയണം. അവസാനം പ്രതാപൻ പറഞ്ഞു, പണമുണ്ട് കാണിച്ചു തരാന്ന് പറയണം. അങ്ങനെ പ്രതാപം കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പണം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പണത്തിന്റെ ഉറവിടം അവർ കണ്ടെത്തി എവിടെയാന്നുള്ള കാര്യം. ഇതിലിപ്പോൾ ആരോട് സന്തോഷം ഉണ്ടാവാനില്ല. അവസാനം പ്രതാപൻ അങ്ങനെ ആ ചതിയപ്പെടുവാണ്. പ്രതാപൻ അറിയത്തില്ലോ ഇത് ശരിക്കുള്ള ഇൻകം ടാക്സുകാര അല്ലെന്നുള്ള കാര്യം. അപ്പോഴേക്കും എന്ത് ചെയ്യാണ്, സേതുവിനെ പല്ലവി വിളിച്ചു. അങ്ങനെ സേതു അങ്ങോട്ടേക്ക് വരുവാണ്. സേതു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം പ്രതാപൻ ഞെട്ടിപ്പോയി. സേതു ആ സമയത്ത് അവിടെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അങ്ങനെ പണം സേതുവിന് കിട്ടുവാണ്. കാരണം പ്രതാപനെ ഒളിപ്പിച്ചു വെച്ച പണം മൊത്തം അങ്ങനെ പുറത്തു വരുവാണ്. പ്രതാപന് ഇത്രയ്ക്കൊരു ടിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പ്രതാപന് കാണിച്ച ആ കൊള്ളരുതാമ്പയ്ക്ക് പോക്കൃത്തരത്തിന് പ്രതാപനെ അവിടെ ഇട്ട് പഞ്ഞിക്കിടുവാണ് സേതു. കാരണം ഋതുവിനെ അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടേന് അതിനുള്ള കൂലി കൊടുക്കണമല്ലോ. പ്രതാപം എങ്ങും നടക്കുക, സേതുവിന്റെ കൈ കിട്ടിയ നല്ല പണി കിട്ടുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് മുങ്ങി നടന്നേ. പക്ഷെ എനിക്ക് അവിടെ വെച്ച് നല്ല രീതിയിൽ അങ്ങ് ചതയ്ക്കുന്നുണ്ട്. പത്മജ ഓടിയൊന്നും ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സേതു വിട്ടുകൊടുത്തില്ല. നീ എന്റെ പെങ്ങളെ നീ പൂട്ടിയിടുവല്ലേടാ എന്നൊക്കെ ചോദിച്ചോണ്ടാണ് സംഹാര താണ്ഡവം നടന്നത്. പ്രതാപൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലാത്തതുകൊണ്ട് പ്രതാപൻ എന്ത് ചെയ്യണം നടത്തില്ല. പണവും പോയി, തല്ലും കെട്ടി, ആകെപ്പാടെ നാണക്കേടായിപ്പോയി. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ വിജയിച്ച് അവര് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് പല്ലവി കൂട്ടുകാരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, അതെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, നിങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യമൊക്കെ സാധിച്ചെടുക്കാൻ പറ്റിയെന്നൊക്കെ പറയണേ. ഇത് കേട്ടതിന് അവർ പറഞ്ഞു, ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രന, ഒരു കുഴപ്പമില്ലെന്ന് പറയണേ. പ്രതാപന് പരാതി കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രതാപൻ അനധികൃതമായിട്ടാണ് പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്രോതസ്സൊക്കെ കണ്ടെത്തേണ്ടി വരും. കള്ളപ്പണമാണല്ലോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അത് എവിടെയാ എന്താ എന്നൊക്കെ
നൂറ് ചോദ്യങ്ങളുണ്ടാവും. അതിന് പ്രതാപൻ അകത്ത് കിടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പ്രതാപന് അതിനെതിരെ പരാതി കൊടുക്കാനും പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഇതൊക്കെ പല്ലവിക്ക് സേതു നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു നാടകം കളിച്ചു തന്നെ. അങ്ങനെ പ്രതാപം കുടുങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.